എന്നാലും എത്രയോ വീടുകളിൽ പ്രിയപ്പെട്ട പൊന്നുമക്കളെയും പ്രിയപ്പെട്ട ഭാര്യയും പൊന്നുപോലെ നോക്കിയിട്ടുള്ള ഭർത്താവിനെ പോലും പുറങ്കാല് കൊണ്ട് ചവിട്ടിത്തള്ളുന്ന അവസ്ഥ കണ്ടുപോയതാണല്ലോ. എത്രയോ ആളുകൾ വന്നിട്ട് ഈ തൊട്ടടുത്ത് പോലും മണ്ണാർക്കാട് പ്രഭാഷണം കഴിഞ്ഞിട്ട് വരുമ്പോ ഉസ്താദേ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാവുന്ന ദുആ ചെയ്യാറ് കേറണമെന്ന് പറഞ്ഞൊരു വീട്ടിലേക്കൊന്ന് കയറുമ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു പോവുക, ഒരുപാട് സൗകര്യങ്ങൾ എന്റെ പെണ്ണിന് കൊടുത്തതാ, ഒരുപാട് സൗകര്യങ്ങൾ എന്റെ പ്രിയപ്പെട്ടവൾക്കൊന്ന് കൊടുത്തു പോയതാണ്, എന്റെ മക്കൾക്കൊന്ന് കൊടുത്തു പോയതാ. ഇന്നെനിക്കൊരു രോഗം വന്നപ്പോ ഇന്നെന്റെ പ്രിയപ്പെട്ടവൾക്ക് എന്നെ വേണ്ട, ഇന്നെന്റെ പ്രിയപ്പെട്ടവൾക്ക് എന്നെ കൊള്ളില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു പോയെങ്കിലോ എന്റെ ഉമ്മ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നിങ്ങൾ നോക്കിയതാണ്. എത്ര വിഷമം വന്നാലും അല്ലാഹുവേ ഉള്ളത് കൊണ്ട് കഴിഞ്ഞുകൂടാമെന്ന് പറഞ്ഞിട്ട് ഭർത്താവിന് സമാധാനത്തിന്റെ ഒരു വാക്ക് കൊടുക്കുന്ന പെങ്ങളേതാ? ആ പെങ്ങളാണ് നാളെ മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്കൊന്ന് കടന്നു പോകുന്നത്. അല്ലാഹുവേ അതിനുള്ള സൗഭാഗ്യം ഇവിടെ കടന്നു വന്ന മുഴുവൻ അമ്മമാർക്കും നീ കൊടുക്കണേ അല്ലാ. അല്ലാഹു നീ കൊടുക്കണേ റഹ്മാനെ. പടച്ച റബ്ബേ നമ്മളെ മുഴുവൻ സ്വർഗത്തിന്റെ അഹലുകാരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. ഇവിടെ ബക്കറ്റീരുണ്ടോ? ഉണ്ടോ? ബക്കറ്റീരുണ്ടോ? എവിടെ സംഘാടകർ മുങ്ങിയ ഉണ്ടോ? ഉണ്ടോ? ബക്കറ്റീരുണ്ടോ? അന്നെ കൊണ്ടുവരി. നമ്മുടെ സംഘാടകർ ബക്കറ്റുമായിട്ടൊരു നല്ലൊരു ഹദിയ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മക്ക് വേണ്ടി നല്ലൊരു മനസ്സോട് കൂടിയിട്ട് ആദ്യം ഇവിടെ കൊണ്ടുവരണേ. നല്ലൊരു മനസ്സോട് കൂടി നല്ലൊരു നീയത്തോടു കൂടി ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരു സംഖ്യ, നല്ലൊരു സംഖ്യ ബിസ്മില്ലാഹ് എല്ലാവരും ഇവിടെ ഇൻഷാ അല്ലാഹ്. ഈ സദസ്സ് കറക്റ്റ് 2 മണിക്കൂറാകുമ്പോൾ എൻ്റെ വാല് നിർത്തും. അതിനിടയിൽ തന്നെ ഫാത്തിമ ബീവിൻ്റെ വഫാത്ത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. അല്ലാഹു ഈ സദസ്സിൽ കടന്നു വന്ന മുഴുവൻ ആളുകൾക്ക് അല്ലാഹു തആല സ്വർഗീയ ലോകം തരട്ടെ. അള്ളാഹു സ്വർഗീയ ലോകം തരട്ടെ. അതുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും കൊണ്ടുവരാനുമുണ്ട്. അതുകൊണ്ട് ഒല്ലായ്മയിലും ഇല്ലായ്മയിലും സന്തോഷകരമായിട്ട് കടന്നുകൂടെ. ഇനിയോ രണ്ടാമതെന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നമ്മളെ പഠിപ്പിക്കുന്നത് തന്റെ ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ അറിയുന്നൊരു പെണ്ണായിട്ട് മാറുക. തന്റെ ഭർത്താവിന്റെ ആഗ്രഹം ഇത് പറയുമ്പോ ഇതിപ്പോ നമുക്കുള്ള വാളല്ല, ആണുങ്ങൾ ചിന്തിക്കണ്ട അല്ലേ. അള്ളാന്റെ ഹബീബിന്റെ പൊന്നുമോളെ പറ്റിയല്ലേ പറയാ. അത് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ള കൂലിയുണ്ട്. അതുകൊണ്ട് എന്റെ ആണുങ്ങൾ നിറക്കെ പറയും ബീവി ഫാത്തിമ അൽഹംദുലില്ലാഹ്. അള്ളാഹു ഈ ശബ്ദത്തെ നാളെ മഹ്ശറിൽ സ്വർഗീയ ലോകത്തേക്ക് എത്താനുള്ള സൗഭാഗ്യം അള്ളാഹു തരട്ടെ. അവിടെന്ന് പറയാൻ തന്റെ ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ അറിയുക, അങ്ങനത്തെ ഒരു പെണ്ണാകണം. ഇതൊക്കെ ജീവിതം ഫാത്തിമ ബീവിയുടെ. ഒരു വേള ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അലിയാർ തങ്ങളുടെ ചാരത്ത് നിൽക്കാൻ. ആ സമയത്ത് അലിയാർ തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, മോളെ ഫാത്തിമ, ഇവിടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടല്ലോ, നമ്മൾ കുറെ നാളായി ഇവിടെ ഇങ്ങനെ താമസിക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ നിന്ന് മാറി എൻ്റെ വീട്ടിലേക്ക് താമസം മാറ്റാം. അപ്പോ തൻ്റെ ഭർത്താവാണ് വിളിക്കുന്നത്, ഞാൻ വരൂലെന്നല്ല, പെങ്ങളെ പഠിക്കണം, ഞാൻ വരൂലെന്നല്ല. അവിടെ വെച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് ആയിക്കോട്ടെ, നിങ്ങളുടെ ആഗ്രഹം എന്താണ് അതാണ്. നമ്മുടെ ഭർത്താവ് ഇപ്പൊ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞിട്ട് ഇപ്പൊ നമ്മളെ വിളിച്ച് നമ്മളെന്താ പറയാ, എനിക്കിന്ന് ഇപ്പൊ എന്റെ കാല് വയ്യ, ശരീരം വയ്യ, ആസകല നൊമ്പരാണ്, ദുഃഖാണ്, വല്ലാത്ത പേടിയ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് മാറി നിൽക്കുന്നാലോ അവിടെ നിന്ന് പറയാണ് കുഴപ്പമില്ല അലിയേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ സമ്മതിക്കുകയാ. ലോകത്തിന്റെ രാജകുമാരന്റെ സമക്ഷത്തിൽ നിന്ന് അവിടെ നിന്നതാ സലാം പറഞ്ഞിട്ട് കടന്നു പോകുന്നത് അലിയാർ തങ്ങളുടെ വീട്ടിൽ അലിയാർ തങ്ങളുടെ വീട്ടിലേക്കൊന്ന് താമസം മാറ്റുകയാണ്. സുബ്ഹാനല്ലാഹ്, എത്രയോ ദിവസങ്ങൾ പട്ടിണി കിടന്നു പോവുകയാണ്, എത്രയോ ദിവസങ്ങൾ നൊമ്പരത്തോടുകൂടി കഴിഞ്ഞുകൂടുകയാ, വേദനയോടുകൂടിയിട്ട് ഫാത്തിമ ബീവി കഴിഞ്ഞുകൂടുകയാണ്. എന്നിട്ട് പോലും വിശപ്പാണ്, ദാരിദ്ര്യമാണെന്ന് പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹിന്റെ വീട്ടിൽ നിന്ന് താമസം മാറി അലിയുടെ വീട്ടിലായി. അലിയാർ തങ്ങൾ പിന്നെ വന്നിട്ട് പറയുന്നു, ഓ ഫാത്തിമ,
നമുക്കൊരു കാര്യം ചെയ്തൂടെ? ഇവിടെ നമുക്കൊന്ന് മാറി താമസിച്ചൂടെ? സ്വന്തമായി നമുക്കൊരു വീട്ടിലേക്കൊന്ന് മാറി താമസിക്കാ. ആ ഒരു സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു പോവുകയാണ്, പ്രിയപ്പെട്ട അലിയേ, അന്നന്ന് കൊണ്ടുവരുന്ന വരുമാനം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നത്. അന്നുള്ള വരുമാനം കൊണ്ടാ നമ്മൾ കഴിഞ്ഞുകൂടുന്നത്. സ്വന്തമായിട്ടൊരു വീട് മേടിക്കാനുള്ള വരുമാനം നമുക്കില്ലല്ലോ. എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലിയിനോട് ചോദിക്കുമ്പോ അലിയാർ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഫാത്തിമ, ഞാൻ ഒരു വഴി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാ. അതുകൊണ്ട് കടന്നു പോവുക, ലോകത്തിന്റെ രാജകുമാരന്റെ സമക്ഷത്തിലേക്കൊന്ന് കടന്നു പോവുക. അവിടെ ചെന്നുകൊണ്ടിട്ട് മുസ്തഫ നബി തങ്ങളോട് ഞാൻ പറയും പോലെ പറയാ. ബഹുമാനപ്പെട്ട ഹാരിഥ റളിയല്ലാഹു അൻഹുവിന് 3-4 വീടുകളുണ്ടല്ലോ. അതിൽപ്പെട്ട ഒരു വീട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു പോയാൽ നമുക്ക് തരാതിരിക്കില്ല ഫാത്തിമ. അതുകൊണ്ട് ചെന്നുകൊണ്ട് പറയുമോന്ന് ചോദിക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെന്നതാ കടന്നു പോവുകയാണ്. ലോകത്തിന്റെ രാജകുമാരന്റെ സമക്ഷത്തിലേക്കാണ്. അല്ലാ അല്ലാ, പൊന്നുമകളെ വരുന്ന കണ്ടപാട് ലോകത്തിന്റെ രാജകുമാരൻ എഴുന്നേൽക്കുകയാ. ഓടിച്ചെന്നുകൊണ്ട് പൊന്നുമകളെ വാരിപ്പുണർന്നുകൊണ്ട് നെറ്റിത്തടത്ത് മുത്തം കൊടുക്കുകയാണ്. റസൂലുള്ളാന്റെ നടത്തമുള്ള, റസൂലുള്ളാന്റെ ഇരുത്തമുള്ള, റസൂലുള്ളാന്റെ പിരുകമുള്ള അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊന്നുമോളെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്ത് റസൂലുള്ളാഹി തങ്ങളുടെ വിരിപ്പെടുത്ത് വെച്ചുകൊണ്ട് കൊടുക്കുകയാ. ഇവിടെ ഇരുന്നോ ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഇരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു പോവുകയാണ്, മോളെ ഫാത്തിമ, ഭർത്താവിന്റെ വീട്ടിലുള്ള ജീവിതം എങ്ങനെ ഉണ്ട് മോളെ? ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന പെങ്ങളെ പഠിക്കുക മോളെ. നിന്റെ ഭർത്താവിന്റെ വീട്ടിലുള്ള ജീവിതമുണ്ടല്ലോ, ആ ജീവിതം എങ്ങനെയാണെന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു പോകുമ്പോ അവിടെന്ന് പറയുന്ന ഉപ്പാ, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന് ഫാത്തിമ ബീവിയെ കണ്ടപ്പോ തന്നെ മനസ്സിലായി, ലോകത്തിന്റെ രാജകുമാരന്റെ പൊന്നുമകളെ കണ്ണൊക്കെ കുഴിഞ്ഞു പോയിരിക്കുകയാ. വിശന്നിട്ടുള്ള പാടുകൾ കാണാ, കവിൾത്തടത്തിലൂടെ കണ്ണുനീര് വന്നു പോയിട്ടുള്ള പാടുകൾ കാണാ. അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയുണ്ട് കുടുംബ ജീവിതമെന്ന് ചോദിക്കുമ്പോ എന്റെ ഭർത്താവിന്റെ കുടുംബത്തിൽ എനിക്ക് സമാധാനമാ എന്നവിടെന്ന് പറഞ്ഞു പോയെങ്കിലോ ഇന്നിവിടെ ഷമീർ ദാരിമിയുടെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മമാര് നിങ്ങളെ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ട് നിങ്ങളുടെ വീട്ടിലേക്കൊന്ന് കാണാൻ കടന്നു വരുന്നെന്ന് കരുതുക. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉമ്മാടെ ചാരത്ത് പോയെന്ന് പറയുക. എന്റെ പെങ്ങളെ, ഉമ്മയോ ബാപ്പയോ ഭർത്താവിന്റെ വീട്ടിലുള്ള ജീവിതം എങ്ങനെയാണെന്ന് ചോദിച്ചാ 100 കൂട്ടം പരാതി പറയാറുണ്ടല്ലോ, 100 കൂട്ടം പ്രയാസങ്ങൾ പറയാ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമല്ലോ. എന്നാലും മാതൃക എവിടെയാണ്? ഏത് ത്യാഗവും സഹിക്കുന്നൊരു പെണ്ണാണ് ഫാത്തിമാനെ ഇഷ്ടപ്പെടുന്നത്. ജീവിതത്തിന്റെ എല്ലാ നൊമ്പരങ്ങളും മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു പെണ്ണാണ് ഫാത്തിമാനെ ഇഷ്ടപ്പെടുന്നത്. അവിടെ ഫാത്തിമ ബീവി പറയാ, അൽഹംദുലില്ലാഹ്, സന്തോഷമാണ് ഉപ്പ. അവിടുന്ന് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു പോവുകയാണ്, മോളെ ഫാത്തിമ, എന്തേ ഈ ഒരു സമയത്ത് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്? അവിടുന്ന് പറഞ്ഞു, റസൂലല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനൊരാഗ്രഹമുണ്ട്. ആ ഭർത്താവിന്റെ ആഗ്രഹമൊന്ന് സഫലമാകാൻ കടന്നു വന്നതാണ്. അവിടുന്ന് ചോദിച്ചു, ഭർത്താവിന്റെ ആഗ്രഹം എന്താ?
അവിടെ നിന്ന് മാറി താമസിക്കണമെന്ന് എൻ്റെ ഭർത്താവിന് ആഗ്രഹമുണ്ട് ഉപ്പാ. അതിനെന്റെ ഭർത്താവിന് കഴിയൂലല്ലോ. അന്നിറങ്ങിപ്പോയാ കിട്ടുന്നത് കൊണ്ട് വന്നുകൊണ്ട് ജീവിതം നടത്തുന്ന ആ പ്രിയപ്പെട്ട ഭർത്താവിന് എന്ത് വരുമാനമാണുള്ളത്? അതുകൊണ്ട് റസൂലേ, അവിടത്തെയുടെ പ്രിയപ്പെട്ട ചങ്ങാതിയുണ്ടല്ലോ, അവിടത്തെയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനുണ്ടല്ലോ, ഹാരിസ റളിയല്ലാഹു അൻഹുവിന് 2-3 വീടുകളുണ്ടല്ലോ. അതിൽപ്പെട്ട ഒരു വീട് ഞമ്മക്ക് തരാൻ പറയുവോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ അതുവരെ ചിരിച്ചുപോയ റസൂലുള്ളാഹിന്റെ കണ്ണുകൾ വല്ലാതെ നൊമ്പരം തവിക്കുകയാണ്. അവിടെ അല്ലാഹുവിന്റെ റസൂൽ തലകുനിച്ചിട്ട് പൊന്നുമകളോട് പറഞ്ഞു, മോളെ ഫാത്തിമ, ഉപ്പാക്ക് ലജ്ജയാണ് മോളെ, ഉപ്പാക്ക് നാണമാണ് മോളെ. ഹാരിസ് അവിടെ നമുക്ക് വീടുകളും മാറ്റി മാറ്റി തന്നതാണ്. ഇനിയും ഒരു വീട് ചോദിച്ചുകൊണ്ട് ഹാരിസാന്റെ മുമ്പിൽ പോകാ എനിക്ക് കഴിയൂല ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തന്റെ ഭർത്താവിന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നിറകണ്ണുകളോട് തന്റെ ഭർത്താവിന്റെ ചാരത്തേക്കൊന്ന് പോവുകയാണ്. ഭർത്താവ് കാത്തു നിൽക്കുകയാ. എന്റെ ഫാത്തിമ ഒന്ന് കടന്നു വന്നാൽ എന്തായിരിക്കും ഉത്തരം കിട്ടുക എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞു, ഭർത്താവേ, അല്ലാഹുവിന്റെ റസൂലിന്റെ നാണമാണെന്ന് പറഞ്ഞു പോയിരിക്കുകയാണ്, റസൂലുള്ളാഹിക്ക് ലജ്ജയാണെന്ന് പറഞ്ഞു പോയിരിക്കുകയാ. അതുകൊണ്ട് മോളെ, അതുകൊണ്ട് എന്റെ ഭർത്താവേ പറ്റൂല. അവിടെ നിന്ന് ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ കുഴപ്പമില്ല. എന്നാലും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും അല്ലാഹുവിന്റെ റസൂലും നടത്തിയ സംഭാഷണം ഒരു സ്വഹാബി കേട്ടുകൊണ്ട് ഓടുകയാണ്. ഇവിടെ ഹാരിസാന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഹാരിസ, ഇതുപോലെ റസൂലുള്ളാഹിയും ഫാത്തിമ ബീവിയും ഒരു ചർച്ച ഞാൻ കേട്ടു. ഇത് കേട്ടപാട് ഹാരിസ അവിടെ നിന്ന് ചാടി നിൽക്കുകയാണ്. ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ സമക്ഷത്തിൽ വന്നു. അവിടെ നിന്ന് വിളിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അവിടെ എന്തു വേണോ തരാൻ ഞാനത് റെഡിയാണ് നബിയേ. എന്റെ സ്വത്ത് എനിക്കുള്ളതിനേക്കാൾ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്റെ സ്വത്തിനെ അവിടെ നിന്ന് ഉപയോഗിക്കുന്നതാണ് നബിയേ. അതുകൊണ്ട് റസൂലേ, ഒരു വീട് ഞാൻ ഫാത്തിമ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അല്ലാ അല്ലാ, അവിടെ പുന്നാര മകളെ വാർത്തറിയിക്കുകയാണ്. ആ ഒരു സന്തോഷം എത്ര സന്തോഷമാണെന്നറിയോ? പ്രിയപ്പെട്ട ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമകളെയും മരുമകനാകുന്ന അലിയിൽ കറമഹുല്ലാഹ് അലിയാർദങ്ങളെയും താമസം മാറ്റുകയാണ് പുതിയ വീട്ടിലേക്ക്. ഇന്നൊരു കുടിയിരുപ്പ് വന്ന, ഒരു പാല് കാച്ചു വന്നാൽ, എന്റെ പെങ്ങളെ, ആ ഒരു വീട്ടിന്റെ ഉള്ളിൽ നമ്മുടെ ഭർത്താവിന്റെ കയ്യിൽ കാശുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരിയാണ്, അവിടെ നിന്ന് കാണുന്നതെല്ലാം വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുമ്പോ ലോകത്തിന്റെ രാജകുമാരന്റെ പൊന്നുമകളുടെ പാല് കാച്ചിന്റെ അന്ന് ഒന്നും കൊടുക്കാ റസൂലുള്ളാഹിക്കില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ഒരു ബെഡ്ഷീറ്റ് മേടിച്ചു കൊടുക്കുകയാണ്, ഒരു കട്ടിൽ മേടിച്ചു കൊടുക്കുകയാണ്, മാവ് കുഴയ്ക്കാൻ ഒരു ആസാങ്കല്ല് മേടിച്ചു കൊടുക്കുകയാണ്. എല്ലാം മേടിച്ചു കൊടുത്തുകൊണ്ട് ഒരു വീട്ടിലേക്കൊന്ന് താമസം മാറ്റുകയാ. അൽഹംദുലില്ലാഹ്, അതാ വലിയ വീട് വേണമെന്നുള്ള മത്സര ബുദ്ധിയില്ല. അപ്പുറത്തുള്ളവന്റെ വീടിനേക്കാൾ വലിയ വീട് വേണമെന്നില്ല, അതുപോലത്തെ ഒരു വാഹനം വേണമെന്നില്ല. ആ വീടിന്റെ മുൻവശം മറ്റൊരാൾ കെട്ടിപ്പൊക്കിയെങ്കിലോ നിങ്ങൾ എന്ത് പണിയാ ചെയ്യുന്നത്? വിദേശത്തുനിന്ന് കുറച്ച് കാശയച്ചാൽ നമുക്ക് കൂടെ അതുപോലെ ചെയ്യാമെന്നല്ല. അവിടെ നിന്ന് പ്രിയപ്പെട്ട ഭർത്താവ് മൊത്തുകൊണ്ട് സന്തോഷത്തോടെ കടന്നുകൂടുകയാണ്. പെങ്ങളെ,
പെങ്ങളെ, ഒരേ സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചെയ്യുന്ന ജോലി അറിയോ? ഒരു കൈ കൊണ്ട് മാവ് കുഴക്കുകയാണ്, ഒരു കൈ കൊണ്ട് മാവ് കുഴക്കുകയാ, ഒരു കൈ കൊണ്ട് റൊട്ടി ചുടുകയാണ്. അതിനോടൊപ്പം തന്നെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരും കൊച്ചുമക്കളാണ്. ആ പ്രിയപ്പെട്ട പുന്നാര മക്കളുണ്ടല്ലോ, ആ പ്രിയപ്പെട്ട പുന്നാര മക്കള് അവിടെ തൊട്ടിലിട്ടിട്ട് ആ തൊട്ടിലിന്റെ വള്ളി പിടിച്ചിട്ട് കാലിന്റെ തള്ളവിരലിലേക്കൊന്ന് കെട്ടുകയാ. അവിടെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴും റൊട്ടി ഉണ്ടാക്കുമ്പോഴും മാവ് കുഴക്കുമ്പോഴും മക്കൾ ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമ കരഞ്ഞു പോയാൽ അവിടെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ ആ കാലിന്റെ തള്ളവിരൽ കൊണ്ടാട്ടുകയാണ്. ഒരേ സമയത്ത് മാവ് കുഴക്കുന്നു, ഒരേ സമയത്ത് റൊട്ടി ഉണ്ടാക്കുന്നു, ഒരേ സമയത്ത് പൊന്നുമക്കളെ താരാട്ട് പാട്ട് പാടി ഉറക്കുകയാ. ഇന്നിപ്പോ നമ്മളല്ലേ പറയാ, ഉമ്മ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത അന്ന് മുതൽ ഒരു സുഖവും എനിക്ക് ലഭിച്ചിട്ടില്ല, ഒരു സന്തോഷവും എനിക്ക് ലഭിച്ചിട്ടില്ല. ജോലിയാണ് ഉമ്മ. പെങ്ങളെ, ഭർത്താവിന്റെ കുടുംബത്തിന് ഭർത്താവിന് സേവനം ചെയ്യുമ്പോ അല്ലാഹുവേ പടച്ച റബ്ബ് നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം നിങ്ങൾ അറിഞ്ഞു പോയാൽ, അല്ലാഹുവേ 100 കുടുംബക്കാർ ഒരുമിച്ച് വന്നാൽ നിങ്ങൾ അവരെ സഹായിക്കുന്നതാ. അതുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ പിന്നീട് അവിടെ പറഞ്ഞു പോയത്, തന്റെ ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് പെരുമാറുന്ന ഒരു പെണ്ണായി മാറണമെന്ന് പഠിപ്പിച്ചു പോയത് ലോകത്തിന്റെ റാണിയെ, തരുണി മണിയെ ബീവി ഫാത്തിമ. അല്ലാഹു ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിന്റെ ബറക്കത്തും അല്ലാഹു നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളും കഷ്ടതകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും കണ്ണുനീരുകളും ദുരിതങ്ങളും എല്ലാം അല്ലാഹു തആല മാറ്റി തരട്ടെ, എല്ലാം അല്ലാഹു തആല മാറ്റി തരട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളെ ബോറടിപ്പിക്കാനോ ഒന്നുമല്ല ഞാൻ ഈ പറഞ്ഞത്. അങ്ങനെ സന്തോഷകരമായിട്ട് കുടുംബം മുന്നോട്ട് പോയവരാണ്. അല്ലാഹു അവരുടെ ജീവിതത്തിന്റെ പവർ നമ്മളിലേക്ക് എത്തിക്കുമാറാകട്ടെ. സന്തോഷകരമായിട്ട് കടന്നുപോയതാണ് ആ ജീവിതം, ഇല്ലേ? വഫാത്തിന്റെ സമയത്ത് പോയി അവിടെ നിന്ന് കരഞ്ഞു പോയവരാണ്. അങ്ങനെ സ്നേഹവും ചുരുക്കിയാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഞാൻ ചുരുക്കിയാ പറഞ്ഞു പോകും. നിങ്ങൾ ചോദിക്കേണ്ട ഉസ്താദെ, അതിൻ്റെ ഇടയിൽ വേറൊരു കഥ പറയാൻ വിട്ടുപോയി. എല്ലാ കഥയും കൂടെ പറഞ്ഞാലേ സംഘാടകർ എന്നോട് നോട്ടിക്കും, നിങ്ങളും എന്നോട് നോട്ടിക്കും. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞു പോവാൻ. അള്ളാഹു ഇതുപോലെ പരിപാടി സംഘടിപ്പിച്ച മുഴുവൻ സഹോദരങ്ങൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അതിനെ സഹായിച്ച മുഴുവൻ സഹോദരങ്ങൾക്കും അള്ളാഹു ഇതിനേക്കാളുപരി സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ സൗഭാഗ്യം അള്ളാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ കഴിഞ്ഞുപോയി ജീവിതം, സന്തോഷകരമായിട്ട് കഴിഞ്ഞുപോയി. ലോകത്തിന്റെ രാജകുമാരൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വേള പറഞ്ഞല്ലോ, മോളെ ഫാത്തിമ നീ പേടിക്കണ്ട. ഉപ്പാക്ക് രോഗമാണെന്നറിഞ്ഞപ്പോൾ അങ്ങനെ സന്തോഷമായിട്ട് വന്നു. ഇനി ഫാത്തിമ ബീവിന്റെ വഫാത്തിലേക്ക് വരും. അങ്ങനെ കുടുംബജീവിതം സന്തോഷമായി. അവസാനം ഫാത്തിമ ബീവി അവിടെ കടന്നു വന്ന ഒരു പെണ്ണിനോട് പറഞ്ഞു, മോളെ എപ്പോഴും നീ നിന്റെ മരണത്തെപ്പറ്റി ഓർക്കണം. ഒന്ന്, നിന്റെ ഭർത്താവിന്റെ വരുമാനം അനുസരിച്ചുകൊണ്ട് നീ ജീവിച്ചു തീർക്കണം. രണ്ട് തൻ്റെ ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ അറിയണം. പിന്നെ ഭർത്താവിൻ്റെ പൊരുത്തമുണ്ട് എന്നുള്ള ആ ഒരു ഉറപ്പ് നീ വരുത്തണം. ഇതൊക്കെ ഒരുപാട് വിശദീകരിക്കുന്നുണ്ട്. നിന്റെ ഭർത്താവിൻ്റെ പൊരുത്തം ഉണ്ട് എന്നുള്ള ഉറപ്പ് നീ വരുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, അതിനൊക്കെ നിനക്കൊരു ഒറ്റ വഴിയുള്ളൂ, നിന്റെ മരണത്തെപ്പറ്റി ചിന്തിച്ചാൽ മതി. നിന്റെ മരണത്തെപ്പറ്റി ചിന്തിച്ചാൽ മതി. അതുകൊണ്ടാണല്ലോ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു വഫാത്തിന്റെ സമയത്ത് ചാര വന്നിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദത്തുൻ നിസാ ബി ഫാത്തിമ റളിയല്ലാഹു അൻഹ ആദ്യം കരഞ്ഞു, പിന്നീട് ചിരിച്ചു. ഇല്ലേ? ഒന്ന് ഉറക്കെ പറയും, മുഹമ്മദ് മുസ്തഫ. അഷ്റഫുൽ ഖൽഖിൻ വഫാത്തിന്റെ നേരത്ത് അറുളും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ. ആരംഭപ്പൂവിൻ്റെ ഹാലും നീല കണ്ട ആലും സ്വഹാബത്തും ദുഃഖിച്ചിരുപ്പല്ലോ. മുത്തായ തങ്ങളു തളർന്നു കിടക്കുന്നു.
മുത്തുമോൾ ഫാത്തിമ ചാരത്തിരിക്കുന്നു ഏറ്റം വിഷാദത്താറുപ്പായെ നോക്കുന്നു ഏറെ പരിചരിച്ചെല്ലാരും നിൽക്കുന്നു. അള്ളാന്റെ ഹബീബിന്റെ വഫാത്തിന്റെ നേരം ആദ്യം വല്ലാതെ കരഞ്ഞു. ലോകത്തിന്റെ നേതാവ് ലോകത്തോട് വിട പറയുന്ന കാര്യമോർത്തിട്ട് പിന്നെ പെട്ടെന്ന് ചിരിച്ചു. ആ ചിരിയുടെ രഹസ്യം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ലോകത്തിന്റെ രാജ്ഞി അവിടെന്ന് പഠിപ്പിച്ചു കൊടുത്തത്. അള്ളാന്റെ ഹബീബ് വഫാത്താകുന്ന രംഗമോർത്തപ്പോൾ ഞാൻ വല്ലാണ്ട് കരഞ്ഞു പോയി. പിന്നീട് ഞാൻ ചിരിക്കാനുള്ള കാരണം എൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ ഉറക്കപ്പറ ഇൻഷാല്ലാഹ് അവസാനിപ്പിക്കാറായി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോളെ ഞാൻ ഈ ലോകത്തുനിന്ന് പിരിഞ്ഞു പോയാൽ പിന്നെ എൻ്റെ അടുക്കലേക്ക് ആദ്യം വരുന്ന നീയാണ് എന്ന് പറഞ്ഞപ്പോഴാ ഞാൻ അവിടന്ന് വല്ലാതെ സന്തോഷിച്ചു പോയത് എന്ന് പറഞ്ഞു പോയ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ഒരു വേള അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്കൊന്ന് കടന്നു വരികയാണ്. സുബ്ഹാനല്ലാഹ്, അലിയാർ ഞങ്ങൾ കടന്നു വരുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മുമ്പില്ലാത്തതിനേക്കാൾ വല്ലാത്തൊരു ഒരുക്കങ്ങളാണ്. അവിടന്ന് തുണിയെല്ലാം നല്ലതുപോലെ കഴുകി അടുക്കി പറക്കി വെച്ചിരിക്കുകയാണ്. അവിടന്ന് പുന്നാര മക്കളെ കുളിപ്പിച്ച് ഒരുക്കിയിരിക്കുകയാ. അലിയാർ തങ്ങൾ വന്നിട്ട് ചോദിക്കുകയാണ്, ഓ ഫാത്തിമ, എന്തേ പതിവില്ലാത്ത ഒരുക്കം? എന്നും കാണുന്നതിനേക്കാൾ വല്ലാത്തൊരു മൊഞ്ചാണല്ലോ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കണ്ടാൽ വല്ലാത്ത സൗന്ദര്യമാണല്ലോ. അതിനോടൊപ്പം ഒന്നുകൂടി ഒരുങ്ങുകൂടെ ചെയ്താലോ അതിനേക്കാൾ സൗന്ദര്യ റാണിയല്ലേ ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ഒരുങ്ങി തയ്യാറായി നിൽക്കുകയാണ്. അവിടന്ന് കണ്ടാൽ ഒരു യാത്രക്ക് തയ്യാറെടുക്കുന്നത് പോലെ അവിടന്ന് ഒരുങ്ങി തയ്യാറായി നിൽക്കുകയാണ്. അലിയാരങ്ങൾ ചോദിക്കുകയാണ്, എന്ത് പറ്റി ഫാത്തിമ? എന്തേ നിങ്ങൾക്ക് പറ്റിപ്പോയത് ഫാത്തിമ എന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് കാര്യം ചോദിക്കുകയാണ്. പെട്ടെന്ന് പറയും, അലിയേ, പല പ്രാവശ്യവും എൻ്റെ കരളിൻ്റെ കാതലായ നബിയുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങളെ സ്വപ്നം കാണുകയാണ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന നമുക്കൊക്കെ റസൂലുള്ളാഹിന്റെ ആ റൗളയിലെത്താനുള്ള സൗഭാഗ്യം തരണേ അല്ലാ. ഉറക്കവെന്ന് പറഞ്ഞു, അതിനുള്ള സൗഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ, ആ ഹബീബിനെ മരിക്കുന്നതിന് മുമ്പ് കിനാവിലൊന്ന് കാണാ ഈ ഞങ്ങൾക്ക് അവസരം തരണേ അല്ലാ. ചെറുപ്പക്കാരാ, ഇന്നിവിടെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതം പറയുമ്പോ ഫാത്തിമ ബീവിയെ പറ്റി ഞാൻ ഒരു പാട്ടെഴുതിയിട്ട് കൊണ്ടുവരികയായിരുന്നു. അപ്പോഴാണ് ഞാൻ വാഹനത്തിന്റെ ഉള്ളിലിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ, പുന്നാരൻ നബിയെ ഞാൻ കാണുന്നതെന്നാ എന്നുള്ള പാട്ടുണ്ടല്ലോ, അത് മുഴുവനും പാടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ അതിന്റെ ഒരു 4 വരിയെങ്കിലും ഒന്ന് പാടുവോ എന്ന് ചോദിച്ചിട്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു പോവുകയാണ്. അല്ലാഹുവേ, ഞാൻ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലിയതാണ്. ഒരുപാട് ഉസ്താദുമാരുടെ അള്ളാന്റെ ഹബീബിനോടുള്ള പ്രഭാഷണത്തെ പറ്റി പറയുന്നത് കേട്ടവനാണ്. ഇന്നേവരേക്ക് എന്റെ ജോലി തിരക്കൊന്നും മാറിയിട്ടില്ല. എനിക്കെന്റെ ഹബീബിന്റെ റൗളന്റെ ചാര പോയി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയാ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ അവിടെ നിന്ന് ജോലി കഴിഞ്ഞിട്ട് എൻ്റെ റൂമിലേക്കൊന്ന് കടന്നു വരികയാണ്. എൻ്റെ റൂമിന്റെ ഭിത്തിയിൽ ഞാൻ തൂക്കിയിട്ടിട്ടുണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗളന്റെ ഫോട്ടോ. ഞാൻ അതിൽ വന്നുകൊണ്ട് മെല്ലെ തടകുമ്പോഴെന്റെ മനസ്സൊന്ന് പൊട്ടുകയാണ്. അല്ലാഹുവേ,
ഈ പരിശുദ്ധമായ റൗള എങ്ങനെയാ, ഏതൊരു സമയത്താണ്, എപ്പോഴാ ഒന്ന് കാണാനൊന്ന് കഴിയുന്നത് എന്നവിടെന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാര് പൊട്ടിക്കരഞ്ഞിട്ട് പറയാ, എനിക്കെന്റെ ഹബീബിന്റെ റൗളന്റെ ചാരയത്താ ഒന്ന് ദുആ ചെയ്യണമെന്ന് പറയുമ്പോ ആ ചെറുപ്പക്കാരനോട് ഞാൻ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഇന്നത്തെ സദസ്സിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അല്ലമീൻ ഇവിടെ വെച്ചുകൊണ്ട് ലൈവ് ഇടുന്നുണ്ട്, അതിനകത്ത് കൂടി ഇൻഷാ അല്ലാഹ് കാണാമെന്ന് വിളിച്ചു പറയുമ്പോ ആ ചെറുപ്പക്കാർ ഇന്ന് നമ്മുടെ പരിപാടി വീക്ഷിക്കുന്നുണ്ടാകാ. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട പൊന്നുമകനിക്ക് റസൂലുള്ളാഹിന്റെ ചാരയെത്താനുള്ള സൗഭാഗ്യം കൊടുക്കണേ അല്ലാ. ഉറങ്ങുമ്പോൾ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുന്നു ഉസ്താദേ, ജോലിക്കടയിൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്നു ഉസ്താദേ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സ് പൊട്ടിയിട്ട് അവിടെ നിന്ന് ദുആ ചെയ്യാൻ പറഞ്ഞു പോയതാ. എന്റെ പെങ്ങന്മാരുടെ കാര്യമുണ്ട്, ഉമ്മയുടെ കാര്യമുണ്ട്, അതുകൊണ്ട് അവിടെ നിന്ന് നാട്ടിലേക്കൊന്ന് വരികയല്ല പോവുകയല്ലാതെ എന്റെ റസൂലുള്ളാഹിന്റെ ചാര പോകാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞെങ്കിലോ ഇതുപോലെ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ പറയാ, എന്റെ റസൂലുള്ളാഹിനെ പല പ്രാവശ്യമായി ഞാൻ സ്വപ്നം കാണുകയാണ്, എന്റെ റസൂലുള്ള എന്നെ വന്നുകൊണ്ട് വിളിക്കുകയാ, അതുകൊണ്ട് എന്റെ ഹബീബിന്റെ ചാരവൊന്ന് പോകണമെന്ന് പറയുമ്പോ അല്ലാഹുവേ, രണ്ട് കൊച്ചുമക്കളെ ഒരുക്കി നിർത്തിയിരിക്കുകയാണ്, ഹസനും ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, രണ്ടുപേരെയും ഒരുക്കി നിർത്തിയിരിക്കുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹ, അലിയാര് തങ്ങളും കൂട്ടിയിട്ട് കടന്നു പോകുന്നത് എവിടെയാണ്? നമ്മളൊക്കെ കാണാൻ ആഗ്രഹിച്ചു പോകുന്ന നമ്മുടെ ഖൽബിന്റെ രാജകുമാരൻ അഷ്റഫുൽ ഖൽഖ് റസൂലല്ലാഹ്, മുഴങ്ങട്ടെ സ്വലാത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളന്റെ ചാര പോയി നിറകണ്ണുകളോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വിടന്ന് പറയാ, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഫാത്തിമ ബീവിയുടെ നയനങ്ങളിലൂടെ കവിൽ തടങ്ങളിലൂടെ കണ്ണുനീര് ധാരധാരയായി കടന്നു വരികയാണ്. മുത്തുനബിയോട് സലാം പറഞ്ഞിട്ട് പൊന്നുമക്കളുടെ കയ്യും പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുന്നു. അലിയാർ തങ്ങൾക്ക് മനസ്സിലായ എന്റെ ഫാത്തിമാക്ക് എന്തോ സംഭവിച്ചിരിക്കുകയാ. വേദനയോട് കൂടിയിട്ട് അവിടെ നിന്ന് ചെന്നിട്ട് പറയുന്നു, ഫാത്തിമ എന്തേ നിനക്ക് പറ്റി ഫാത്തിമ, എന്നോട് പറയോ ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറയുന്നു, പ്രിയപ്പെട്ട അലിയേ, എന്റെ ഉപ്പാന്റെ സമക്ഷത്തിലേക്ക് പോകാ എനിക്ക് സമയമായി അലിയേ. അത് കേൾക്കുമ്പോഴാകട്ടെ അല്ലാഹുവേ, വല്ലാതെ സ്നേഹിച്ചു പോയ അലിയിന്റെ കണ്ണുകൾ നിറയുകയാണ്, കണ്ണുകൾ ധാരധാരയായി ഒഴുകി വരികയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് രോഗം മൂർച്ഛിക്കുകയാണ്. അല്ലാ അല്ലാ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെ അതാ കിടക്കുകയാണ്. അവിടെ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞലിയേ, ഇന്ന് നമുക്ക് രണ്ടുപേർക്കും മക്കൾക്കും കൂടിയിട്ട് ഒരുമിച്ചൊന്ന് ഭക്ഷണം കഴിച്ചൂടെ എന്ന് പറഞ്ഞുകൊണ്ട് അലിയാർ തങ്ങളും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും ഇരിക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് ഫാത്തിമ ബീവി പറഞ്ഞു പോവുകയാണ്, അലിയേ, നിങ്ങളുടെ കൈകൊണ്ട് ഈ ഒരു പിടി ഭക്ഷണം, ഈ ഒരു പത്തിരിയിൽ നിന്ന് അല്പം എടുത്തിട്ട് ഈ ഫാത്തിമാന്റെ വായിലേക്കൊന്ന് വെച്ച് തരുവോ, ഈ ഫാത്തിമയുടെ വായിലേക്കൊന്ന് വെച്ച് തരുവോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഫാത്തിമ ബീവി പറയുമ്പോ
സ്നേഹനിധിയായ ഭർത്താവായ അലിയാർ തങ്ങൾ അവിടന്ന് പത്തിരിയെടുത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വായിലേക്കൊന്ന് വെച്ചു കൊടുക്കുകയാ. അവിടന്ന് ഫാത്തിമ ബീവിക്ക് വല്ലാത്ത രോഗം വരികയാണ്. അവിടെ വെച്ചിട്ട് അലിയാരെ വിളിച്ചിട്ട് പറഞ്ഞു, അലിയേ, നമ്മുടെ പൊന്നുമക്കള് കൊച്ചുമക്കളാണ്, നമ്മുടെ മക്കള് പൊന്നുമക്കളാണ്, അവരെ നിങ്ങൾ വേദനിപ്പിക്കല്ല, അവരെ നിങ്ങൾ പ്രയാസപ്പെടുത്തല്ല, അവരെ നിങ്ങൾ നൊമ്പരപ്പെടുത്തല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞു പോവുകയാണ്. പ്രിയപ്പെട്ട ഭർത്താവിനെ വിളിച്ചിട്ട് പറയുന്നു, ഭർത്താവേ, എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ട് തരുവോ? ഏതൊരു പെണ്ണിനും ഒന്നാമത്തതായി ആവശ്യമുള്ളത് ഭർത്താവിന്റെ പൊരുത്തമാണ്. അവിടുന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവനോട് പൊരുത്തം ചോദിക്കുമ്പോ പറഞ്ഞു, ഫാത്തിമ, അങ്ങനെ പറയല്ലേ മോളെ. അവിടുന്ന് ഫാത്തിമ ബീവി പറഞ്ഞു പോവുകയാണ്, ഒരു വേള നിങ്ങൾ അബൂജഹലിന്റെ മകളെ നിക്കാഹ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ എന്റെ ഹബീബിന്റെ ചാര വന്നിട്ട് ഞാൻ പറഞ്ഞപ്പോ മിമ്പറിന്റെ മുകളിൽ കയറിയിട്ട് റസൂലുള്ള നിന്നുകൊണ്ട് അവിടുന്ന് പറഞ്ഞല്ലോ, എന്റെ പൊന്നുമകളെ ആരെങ്കിലും വേദനിപ്പിച്ചു പോയാ അവൻ എന്നിൽ പെട്ടവനല്ലെന്ന് പറഞ്ഞല്ലോ, എന്നെ വേദനിപ്പിച്ചവനെ പോലെയാണെന്ന് പറഞ്ഞല്ലോ, അത് ഞാൻ കാരണം സമ്മതിച്ചു പോയതാണ്. ഓരോ തെറ്റും ഏറ്റി ഫാത്തിമ ബീവി പറയുകയാ, അതും കഴിഞ്ഞിട്ടില്ല അലിയേ. ഒരു വേള നിങ്ങളെ ഞാനെന്തോ പറഞ്ഞു പോയപ്പോ നിങ്ങൾ അവിടെ നിന്ന് പിണങ്ങിയിട്ട് അല്ലാഹുവേ, പള്ളിയുടെ ഉള്ളിലേക്കൊന്ന പച്ചത്തറയിൽ ചെന്ന് കിടക്കുമ്പോ അവിടെ നിന്ന് റസൂലുള്ള കണ്ടുകൊണ്ട് വന്നിട്ട് കയ്യിൽ പിടിച്ചിട്ട് എന്റെ ചാരത്തേക്കൊന്ന് കൊണ്ടുവന്നിട്ട് നല്ലതുപോലെ ആക്കിയതും അതിനും ഞാനല്ല അലിയേ കാരണക്കാരി. പൊരുത്തപ്പെട്ട് തരുവോ അലിയേ? പെങ്ങളെ, ഭർത്താവിനോട് എത്ര വഴക്കിട്ടു നമ്മള്, എത്ര ചീത്ത വിളിച്ചു നമ്മള്, എത്ര കളിയാക്കി നമ്മള്. അല്ലാഹുവേ, ഒരൊറ്റ വെട്ടമെങ്കിലും ആ ഭർത്താവിന്റെ പൊരുത്തം വേണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹം വെച്ചോ? മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ അവിടെ നിന്ന് ഭർത്താവിനോട് പൊരുത്തം ചോദിക്കുകയാണ്. അവിടെ നിന്ന് കഴിഞ്ഞിട്ടില്ല. ആ സമയത്ത് അലിയാര് പറയുന്നു, ഫാത്തിമ, ഞാനല്ലേ പൊരുത്തം അങ്ങോട്ട് ചോദിക്കേണ്ടുന്നത്. ഒരുപാട് ആളുകൾ വന്നുകൊണ്ട് വിവാഹത്തിന് വേണ്ടി അനുവാദം ചോദിക്കുമ്പോ നിന്റെ ഉപ്പ എന്നെയാണ് തന്നെ സെലക്ട് ചെയ്തത്, എന്നെയാ തിരഞ്ഞെടുത്തത്. ഞാൻ കറുത്തവനായില്ലേ ഫാത്തിമ? മോളെ, നിനക്ക് നല്ലതുപോലെ ഒരു നേരത്തെ ഭക്ഷണം പോലും തരാൻ ഈ സാധുവിനെ കൊണ്ട് പറ്റിയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഫാത്തിമ, എന്നോട് പൊരുത്തപ്പെടുവോ? അല്ലാഹുവേ, രണ്ടുപേരും പരസ്പരം പൊരുത്തപ്പെടുവിക്കുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ കിടക്കുകയാ. പ്രിയപ്പെട്ട പുന്നാര മക്കൾ ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹും രണ്ടു മക്കൾ അരികത്തേക്കൊന്ന് വിളിച്ചിരുത്തുകയാണ്. ആ പൊന്നു മക്കളെ വിളിച്ചിരുത്തുകയാണ്. അല്ലാഹ്, എന്തോ രംഗമാണെന്നറിയോ? ആ പൊന്നുമക്കൾ പെട്ടെന്ന് ഉമ്മാന്റെ ചാര വന്നിട്ട് കളിക്കാനോടി. വീണ്ടും പറഞ്ഞലിയേ, മക്കളെ ഒന്ന് കൊണ്ടുവരാവോ? അലിയാർ തങ്ങൾ ചെന്നുകൊണ്ട് പൊന്നുമക്കളെ വാരിപ്പുടർന്നുകൊണ്ട് കൊണ്ടുവരികയാണ്. അല്ലാ അല്ലാ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ രണ്ടു മക്കളെയും വാരിപ്പുണർന്നുകൊണ്ട് തുരുതുരാ മുത്തം കൊടുക്കുകയാണ്. ഇനി ആ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയില്ലല്ലോ, ഇനി ആ മക്കൾക്ക് വെള്ളം കൊടുക്കാൻ കഴിയില്ലല്ലോ, ഇനി ആ മക്കളുടെ വസ്ത്രമൊന്ന് അലക്കി കൊടുക്കാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സ് പൊട്ടിയിട്ട് പൊന്നുമകൾ അവസാനമായി കണ്ടുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് മുത്തം കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് പറയാണ്, അലിയേ,
ഞാൻ എൻ്റെ ഉപ്പാന്റെ ചാരത്തേക്ക് പോവുകയാണ്. പെട്ടെന്ന് അവിടെ അസ്മാ റളിയല്ലാഹു അൻഹയും ഉമ്മു റാഫിയ റളിയല്ലാഹു അൻഹയും വിളിച്ചിട്ട് പറയാ, നിങ്ങൾ എന്നെ ഒന്ന് കുളിപ്പിച്ചു തരാവോ, നിങ്ങൾ എന്നെ ഒന്ന് കുളിപ്പിച്ചു തരാവോ? അവർ രണ്ടുപേരും കൂടെ കുളിപ്പിക്കുകയാണ്. കുളി കഴിഞ്ഞവിടന്ന് കട്ടിൽ കിടന്ന് പൊന്നുമക്കളെ കെട്ടിപ്പിടിച്ചു മുത്തം കൊടുത്തു കവിൾ തടത്തിൽ. അല്ലാഹ് ഇലാഹ ഇല്ലല്ലാഹ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറയുകയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊന്നുമോള് മരിക്കുന്ന സമയത്ത് പോലും എൻ്റെ പെങ്ങളെ നമുക്കൊരു പാഠം തന്നിട്ടാ കടന്നു പോയിട്ടുള്ളത്. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജനാസയും കൊണ്ട് കടന്നു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. ഖബറിന്റെ ചാരത്തേക്കൊന്ന് കൊണ്ടുവെക്കുകയാണ്. ഖബറിന്റെ ചാരത്തേക്കൊന്ന് കൊണ്ടുവെക്കുകയാ. അവിടെ വെച്ചുകൊണ്ട് അബൂദർ റളിയല്ലാഹു തആല അൻഹു ആ ഖബറിന്റെ കുഴിച്ചിട്ട കുഴിയിലേക്ക് നോക്കുകയാണ്. അബൂദർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറയുകയാണ്, യാ ഖബർ അതദ്രി അല്ലതി ജനാ ബിഹാ ഇലൈക. ഓ ഖബറേ, നിന്റെ ഉള്ളിലേക്കൊന്ന് കൊണ്ടുവെക്കാൻ പോകുന്നത് ആരെന്നറിയോ? നിന്റെ ഉള്ളിലേക്കൊന്ന് വരാൻ പോകുന്ന ആരെന്നറിയോ? ഫാത്തിമത്തു സഹ്റാ ബിന്ത് റസൂലില്ലാഹ്.